ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഫിറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് ടൈല് കാര്യങ്ങൾ പൊട്ടാതെ എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്ത് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ അതുകൂടാതെ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബിറ്റായിട്ട് യൂസ് ചെയ്യാം, അത് ഗ്ലാസ് തുളയ്ക്കാനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡ്രില്ല്, അതായത് ഡ്രില്ല് ഇട്ടതിന് ശേഷം ഡ്രില്ലിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ടൈലിൽ തുളച്ച് സിമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അത് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഇതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമുക്ക് ഡ്രില്ലിലിട്ട് ടൈറ്റ് ചെയ്യാൻ കണ്ട. അപ്പോൾ അതിൻ്റെ ഹോൾ നോക്കി അറിയാൻ പറ്റും. ഒരു ചെറിയ 1 സെൻറ്റിമീറ്റർ ടു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പുള്ള ഹോളുകളാണെങ്കിൽ പോലും സാധാരണ ബിറ്റ് കൊണ്ട് നമ്മൾ അടിച്ച് ചെയ്യുന്ന സമയത്ത്, സാധാ കോൺക്രീറ്റ് ബിറ്റ് കൊണ്ട് നമ്മൾ അടിക്കുന്ന സമയത്ത്, ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ആ ടൈലിൻ്റെ സെൻറ്റർ പൊട്ടിപ്പോകാനും ആ എഡ്ജൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ആ ബിറ്റ് വരുന്നത്. ആ ബിറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ നമ്മുടെ ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡ്രില്ലിൻ്റെ ബിറ്റിൻ്റെ അറ്റം കണ്ടോ, അത് വളരെ മൈന്യൂട്ടായിട്ട് കൂർത്താണ് ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ ഡ്രിൽ ബിറ്റുകളുടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺക്രീറ്റ് ബിറ്റിൻ്റെയൊക്കെ എൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിനേക്കാൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ടൈപ്പ് ബിറ്റുകൾ വന്നിരിക്കുന്നത്. ആ ബിറ്റുകൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മളിപ്പോൾ ചക്കമുള്ള ടൈപ്പിലേക്കാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ ബിറ്റിൻ്റെ പൂർണ്ണ രൂപമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ആ ബിറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബിറ്റ് കറക്റ്റായിട്ട് നമ്മൾ നോക്കി വാങ്ങിക്കുക. നമുക്ക് ഗ്ലാസ് ബിറ്റും കിട്ടും, അതും കിട്ടും. ഗ്ലാസ് ബിറ്റ് ആയാലും കുഴപ്പമില്ല, ഇത് ഗ്ലാസ് തുളയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഗ്ലാസ് ബിറ്റും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ടൈൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അഗ്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ട് ഒരു ത്രികോണാകൃതിയിലാണ് ഏറ്റവും എൻഡ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തുളയ്ക്കാൻ സാധിക്കും. കുറച്ച് ബലം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ല് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. അതായത് ഹാമറിംഗ് ഉള്ള ടൈപ്പാണ് ഉണ്ടാകും. അപ്പോൾ ഈ ഹാമറിംഗ് ഉള്ള ടൈപ്പ് ആകുമ്പോൾ നേരെ നനച്ചു കൊടുക്കുക. വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ പറയുന്ന ഹോളുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. പെർഫെക്ഷൻ ഹോളുകളാണ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പെർഫെക്ഷനായിട്ട് രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ബിറ്റ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ടൈലുകൾ നമ്മൾ ഹെൽത്ത് ഹോസറ്റ് അതുപോലെ തന്നെ സോപ്പ് ഡിഷ് അങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ പിടിപ്പിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെയും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഓവർ റേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്കത് കയറി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന ബിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാരണ ചക്കിലിടുന്ന ടൈപ്പാണ്. അതായത് പണ്ടത്തെ രീതിയിൽ ഉപയോഗിക്കുന്ന ഡ്രില്ല്. അത് ഡ്രില്ലെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തെ ചക്ക് ടൈപ്പ് ഡ്രില്ല് ഉപയോഗിക്കുന്ന ബിറ്റുകളാണ് വരുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലാത്ത ടൈപ്പും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഹാമറിംഗ് ടൈപ്പ് വരുന്ന രീതിയിലുള്ള ലോക്കിംഗ് സിസ്റ്റം വരുന്ന രീതിയിലുള്ള ഡ്രില്ല് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബിറ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് 1-2 ബിറ്റുകൾ നമ്മളെപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതാണ്. ആ ബാത്റൂമുകളിലൊക്കെ നമ്മൾ ഫിറ്റിങ്സുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ചാനൽ. അതെന്ന് മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.